നമ്മുടെ പഞ്ചായത്തിൽ ഈ ജനകീയാസൂത്രണം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, അതുപോലെ ഇനി ഇപ്പം ജനാസത്തിൽ ഇപ്പം അതാത് വിഷയത്തിൻ്റെ എന്ത് നടക്കുന്നു, ഇനി നമുക്ക് എന്ത് നടക്കണം, ആ തരത്തിൽ ഉള്ള ചർച്ചകൾ ഗ്രാമങ്ങളിലെ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് 8ാമത്തെ ഗ്രൂപ്പ് ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നതിൽ വിദ്യാഭ്യാസവും ജെൻഡർ വിഷയവും ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ നമുക്കിപ്പോൾ ഓരോ പ്രദേശത്ത് ഈ വാർഡിലെ മൊത്തം ആളുകളെടുത്ത് നമുക്ക് അഭിപ്രായം അറിയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും 10-100 പേരുടെ അല്ലെങ്കിൽ അത്ര ആളുകളുടെ പ്രതിനിധികളാണ്. അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ ഹരിതകർമ്മസേനയുടെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട അതിൽ ബന്ധപ്പെട്ട ആളുണ്ട്. ഇപ്പോൾ അംഗൻവാടി ടീച്ചറുണ്ട്, കുട്ടിയുടെ അധ്യാപികയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് ഓരോ മനസ്സിലുമുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ തന്നെ പറയത്തക്ക രീതിയിൽ ആണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ വച്ചിട്ടുള്ളത്. അത് നല്ല ഫലപ്രദമായിട്ട് ആളുകളുടെ ഒത്തിരി അഭിപ്രായങ്ങൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ വരികയും അത് ആളുകളുടെ ഇടയിലേക്ക് ഒത്തിരി പ്രതീക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചില ചോദ്യങ്ങളുണ്ടാവാം. ആ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൂടിയിട്ടുള്ളത്. ഇത് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ശാസ്ത്ര പരിഷത്തിൻ്റെ സാമൂഹിക യൂണിറ്റിൻ്റെ അംഗമായിട്ടുള്ള ലെനിനാണ്. ലെനിന് അതിന് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം. ശാസ്ത്രാധ്യക്ഷനായ കണ്ണൂർ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ടി മണികേഷ്. അംഗനവാടി ടീച്ചർ, പിന്നെ പരിഷത്തിൻ്റെ മേഖലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വിദ്യാഭ്യാസം സാറ്, മേഖലാ സെക്രട്ടറി, യൂണിറ്റ് അംഗങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ വെച്ച് പല ഗ്രൂപ്പ് ഫോക്കസ് യോഗങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇന്ന് തന്നെ ഇപ്പോൾ തുടങ്ങുന്ന അംഗനവാടിയിൽ വെച്ച് കാലത്ത് 11 മണിക്ക് ഒരു യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഒരു ദിവസമായതുകൊണ്ട് ഇവിടെ നമ്മൾ വേറൊരു ഗ്രൂപ്പ് യോഗം നടക്കുന്നു. പാറപ്പുറത്ത്, പിന്നെ ചെങ്ങൽ, അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് ഈ ഫോറസ്റ്റ് ഗ്രൂപ്പ് യോഗം ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി മേഖലയെ കേന്ദ്രീകരിച്ച് മേഖല പ്രതിനിധി വളരെ കാലമായിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് പ്രവർത്തിക്കുന്ന എന്നാൽ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. സാറ് കാര്യങ്ങൾ വിശദമായിട്ട് വിശദീകരിക്കും. ഞങ്ങൾ ചെറുപ്പം തൊട്ട് പരിഷത്തുമായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് തൊട്ട് സാറ് ഇന്നത്തെ സജീവമായിട്ടുള്ള സജീവ പ്രവർത്തകരാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ യോഗത്തിൻ്റെ ിക്കുന്ന വാർഡ് മെമ്പർ ഷിജിയല്ല ജിഷു മെമ്പർക്ക് ഈ യോഗത്തിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം. പരിഷത്തിൻ്റെ പ്രതിനിധികളായിട്ട് എത്തിച്ചേർത്തിരിക്കുന്ന മേഖലാ സെക്രട്ടറി സ്വാമിനാഥൻ ചേട്ടൻ, പേരൊന്നും അറിയില്ല, വിദ്യാധരൻ ചേട്ടൻ, ലെനിൻ ചേട്ടൻ, ഗിരീഷ് വർമ്മ, മറ്റു സ്നേഹമുള്ളവരെ. നമുക്കറിയാം, ഇതിനു മുമ്പ് 2 പ്രാവശ്യമായിട്ട് ഫോക്കസ് ഗ്രൂപ്പിൽ നമ്മൾ വിളിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. സാമനാഥേട്ടൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഇവിടെ നടത്തണം, നമ്മുടെ പരിഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ആരുമില്ല, അപ്പോൾ അതുകൊണ്ട് വാർഡ് മെമ്പർ മുൻകൈ എടുത്ത് അതൊന്നും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആൾക്കാർ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കുറച്ച് നമ്പർ എഴുതി തരാണെങ്കിൽ ഞാൻ വിളിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് കുറച്ച് ടീച്ചറിൻ്റെ നമ്പർ കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് കുറേ പേരെ വിളിച്ചു. എങ്കിൽ കൂടിയും ഇത് നല്ല രീതിയിൽ നമുക്കറിയാം, നാളത്തെ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാവണം, എന്താവണം എന്നുള്ളൊരു മാനിഫെസ്റ്റോ നമ്മൾ തയ്യാറാക്കി അടുത്ത ഭരണസമിതിയിലേക്ക് നൽകാനതിന് വേണ്ടിയിട്ടാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രവർത്തനം ഇവിടെ നടത്തുന്നതിൽ എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അവർ തന്നെ പറയും. എനിക്കിതിനെ കൂടുതൽ അറിയില്ല. ഞാൻ മറ്റേ 2 ഫോക്കസ് ഗ്രൂപ്പുകളിലൊന്നും വരാത്തത് കൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് വിദ്യാഭ്യാസം ഫോക്കസ് ഗ്രൂപ്പിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ
ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന തൊഴിലാണ്. എൻ്റെ കാര്യം ഇവിടെ അടുത്തുള്ള സ്കൂളിൽ അധ്യാപികയായിരുന്നു, ശാസ്ത്രായതിൻ്റെ അംഗമായ മാനേജ്മെൻറ്റ് ഇപ്പം ചുമതലയുടെ സെക്രട്ടറിയാണ്. ആരോഗ്യമാണ് പരിസരത്തിൻ്റെ കുറേ കാലം കൂടുതൽ എല്ലാം പഠിപ്പിക്കുന്നതാണ്. തുറന്നതിന് മുമ്പ് തന്നെ സാക്ഷരതാ പ്രസ്ഥാന പരിപാടി ഉണ്ടായിരുന്നു. അല്ലേ സാക്ഷരതയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും സാക്ഷരതാ പ്രവർത്തനമായതിന് വലിയ ഒരു സംഘടന എൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംഘടനയുണ്ട്. അത് 89 കാലത്തിലാണ്, 89 കാലത്തിലാണ് അത്തരം പ്രവർത്തനം ഉണ്ടായത്. അത് പരിസരത്തായിരുന്നു കൂടുതൽ മുൻകൈ എടുത്തത്. എല്ലായിടത്തും ഇതിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നീട് ഏറ്റെടുത്തൊരു സാധനമാണ് ജനകീയ ആസൂത്രണം. അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ എറണാകുളത്തായിരുന്നു ജോലി സംബന്ധമായിട്ട് റോളാണ്. കഴിഞ്ഞതിന് ശേഷം കൂടെ തന്നെ നമ്മുടെ നാടും ഇവിടുത്തെ പരിപാടികളും കലാസാംസ്കാരികങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും കാലിക സന്ധിക്ക് ലൈബ്രറിയുമായിട്ട് സംസ്കാരിക. എൻ്റെ വീട് പാറപ്പുറം നിങ്ങളുടെ ഭാഗത്താണ്. ഞാൻ ഹെൽത്ത് സർവീസിലാക്കും, ഹെൽത്ത് ഇൻസ്പെക്ടറാക്കും. ഒരു വർഷം മുന്നേ സെക്രട്ടറിയായി. പരിശുദ്ധമായിട്ട് എനിക്ക് ഒരു 35 വർഷം മുന്നേ ഈ സ്വാമിനാഥനാണ് നിങ്ങളുടെ പാറപ്പുറം പരിശുദ്ധ കൊണ്ടുവന്നതാണ്. ഇത് സ്വാമിനാഥനായിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സിയുടെ വീടിൻ്റെ അടുത്താണ് ഇത്. 12ാം വാർഡ് തന്നെ കാഞ്ഞൂര് മില്ലുമടി കേട്ടി പോകുന്ന ആ വഴിക്കായിട്ട് വരും. കാഞ്ഞൂര് തട്ടാമടി പിന്നുമടിയുടെ നടുക്കാട്ടാണ് ഞങ്ങളുടെ വീട് വരും. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ ഒരു ടീച്ചറാണ്. 6 വർഷമായി റിട്ടയറായിട്ട്. ഈ വീട്ടിലപ്പുറത്തെ വീടാണ്. ആദ്യം അമ്മയിലായിരുന്നു. എൻ്റെ പേര് ജെയിംസ് ഡേവിഡ്. എൻ്റെ വീട് തട്ടാമ്പടിയിലാണ്. ഞാൻ CRPF ജോലിയായിരുന്നു. റിട്ടയർഡായിട്ട് 7 വർഷമായി റിട്ടയർഡായിട്ട്. മകൾ കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലാണ്. മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്കായി UK പോയിരിക്കുകയാണ്. എൻ്റെ വൈഫ് ടീച്ചറായിരുന്നു. അപ്പോൾ മരണപ്പെട്ടു. ഇപ്പോൾ 17